ചൈനീസ് AI ചാറ്റ്ബോട്ട് ഡീപ്സീക്കിന്റെ വരവിൽ തകർന്നടിഞ്ഞ അമേരിക്കൻ ഓഹരി വിപണി. അമേരിക്കൻ ഭീമന്മാരായ OpenAI, മെറ്റ, ഗൂഗിൾ എന്നിവരെ ഞെട്ടിക്കുകയാണ് ചൈനീസ് കമ്പനി അടുത്തിടെ പുറത്തിറക്കിയ ഡീപ്സീക്ക് V3. AI US ടെക് ഭീമന്മാർക്ക് വൻ വെല്ലുവിളിയാണ് ഡീപ്സീക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ChatGPTയെക്കാളും ജെമിനിയെക്കാളും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനായെന്ന വാർത്തയും US കമ്പനികളെ ഞെട്ടിച്ചു. ChatGPT-4 മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാൻ $100 മില്യൺ, ഏകദേശം 863 കോടി രൂപയാണ് സാം ഓൾട്ട്മാന്റെ നേതൃത്വത്തിലുള്ള OpenAI മുടക്കിയത്. ഡീപ്സീക്ക് V3ക്ക് വേണ്ടി ചെലവാക്കിയത് $5.6 മില്യൺ, ഏകദേശം 48.3 കോടി രൂപ മാത്രം. ലിയാങ് വെൻഫെങ് എന്ന വ്യവസായി 2023-ലാണ് ഡീപ്സീക്ക് സ്ഥാപിക്കുന്നത്. ലാഭം മാത്രം നോക്കാതെ ഭാവിയെ മുന്നിൽ കണ്ടുള്ള ഗവേഷണങ്ങളിലൊന്നായിരുന്നു കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ChatGPTക്ക് അടുത്ത കാലത്ത് വൻ വെല്ലുവിളി ഉയർത്തുന്ന ചൈനീസ് കമ്പനിയായിരുന്നു ഡീപ്സീക്ക്. എന്നാൽ ആപ്പിന്റെ വളർച്ചയിൽ ഇപ്പോഴുണ്ടായ മുന്നേറ്റം ടെക്നോളജി രംഗത്ത് അമേരിക്കയ്ക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ചൈനീസ് നിർമ്മാണം ആയതുകൊണ്ട് തന്നെ US കമ്പനികളെ അപേക്ഷിച്ച് ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഡീപ്സീക്ക് മോഡലുകൾ വികസിപ്പിക്കുന്നത്. ഇത് ടെക്നോളജി പരമാവധി പ്രയോജനപ്പെടുത്താനും കൂടുതൽ ഫലം നൽകാനും സഹായിക്കുന്നുമുണ്ട്. ടോപ്പ് ചൈനീസ് സർവകലാശാലയിലെ യുവ പ്രതിഭകളെ തന്നെ കമ്പനി ജോലിക്കെടുത്തു. കോഡിംഗ് ജോലികൾക്കായി 2023 നവംബറിൽ ഡീപ്സീക്ക് കോഡറും അതിനു മുൻപ് ഡീപ്സീക്ക് LLM-ഉം കമ്പനി വിപണിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ കുറഞ്ഞ ചെലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന AI മോഡലായ ഡീപ്സീക്ക് V2 2024 മെയ്യിൽ പുറത്തിറക്കിയപ്പോഴാണ് എല്ലാവരും ശരിക്കും ഞെട്ടിയത്. ചൈനീസ് AI മോഡലുകളായ ബൈറ്റ്ഡാൻസ്, ടെൻസെന്റ്, ബൈദു, അലിബാബ എന്നിവർക്കായിരുന്നു ആദ്യ പണി. പിടിച്ചു നിൽക്കാൻ വില കുറയ്ക്കുകയല്ലാതെ മറ്റൊന്നും ഈ കമ്പനികൾക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. തൊട്ടു പിന്നാലെ 236 ബില്യൺ പാരാമീറ്ററിൽ ഡീപ്സീക്ക് കോഡർ V2-ഉം ഡീപ്സീക്ക് R1 എന്ന AI മോഡലും കമ്പനി വിപണിയിലെത്തിച്ചു. മറ്റുള്ള AI കമ്പനികൾക്ക് ചെലവായതിന്റെ 10% താഴെ തുക ഉപയോഗിച്ചാണ് ഡീപ്സീക്ക് ഇത് സാധ്യമാക്കിയത്. ചൈനീസ് AI ചാറ്റ്ബോട്ട് ഡീപ്സീക്കിന്റെ വരവോടെ അമേരിക്കൻ ഓഹരി വിപണി ഏകദേശം തകർന്ന മട്ടാണ്. AI ചിപ്പ് നിർമ്മാതാക്കളായ NVIDIAയുടെ ഓഹരികളിൽ 16% ഇടിവുണ്ടായപ്പോൾ നഷ്ടം $500 ബില്യൺ ലെത്തി. NVIDIAയ്ക്ക് പുറമെ ബ്രോഡ്കോം, മൈക്രോസോഫ്റ്റ്, ആൽഫാബെറ്റ്, സെസ്കോം, ടെസ്ല എന്നിവയുടെ ഓഹരികളിലും വൻ ഇടിവുണ്ടായി. പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഡീപ്സീക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാകുന്നത്. ഇതോടെ ഡീപ്സീക്കിന് നേരെ സൈബർ ആക്രമണങ്ങളും തുടങ്ങി. സൈബർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ രജിസ്ട്രേഷനുകൾ ഡീപ്സീക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു. OpenAI, ഒറാക്കിൾ, സോഫ്റ്റ് ബാങ്ക് എന്നിവരുമായി ചേർന്ന ഡൊണാൾഡ് ട്രംപ് $500 ബില്യൺ AI പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്കൻ ഓഹരി വിപണിയിൽ ഡീപ്സീക്ക് കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡുകളുടെ എണ്ണത്തിലാണ് ഡീപ്സീക്ക് ChatGPTയെ മറികടന്ന് മുന്നിലെത്തിയത്. തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ R1 പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഡീപ്സീക്ക് ഡൗൺലോഡുകളിൽ ഒന്നാമതെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ.